Indiana Police teachers in the cooking contest first prize കിട്ടിയാലും കുറച്ച് പേരെങ്കിലും പേപ്പറിലൊക്കെ കണ്ട് അറിഞ്ഞാണായിരുന്നു. ഇതെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അമേരിക്കൻസ് നമ്മുടെ ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് മനസ്സിലായല്ലോ. പേടിയുണ്ടായിരുന്നു അവർക്ക് നമ്മളുണ്ടാക്കുന്നതൊക്കെ ഇഷ്ടപ്പെടുമെന്ന്. എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ടായിരുന്നു വിന്നറിനെ ചൂസ് ചെയ്യുന്നത്. ഞാൻ എല്ലാ ചില്ലിയും തന്നെ ടേസ്റ്റ് ചെയ്തു. എനിക്ക് എല്ലാ ചില്ലിയും തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഏതായാലും എനിക്ക് കൂടുതൽ പോട്ട് കിട്ടി. അങ്ങനെ എനിക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട്. ചെറിയ സമ്മാനമാണെങ്കിലും നമുക്കൊരു സന്തോഷമല്ലേ. അപ്പം അങ്ങനെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം, ദൈവത്തിന് നന്ദിയും പറയുന്നു. ഈ പേര് എന്നോട് റെസിപ്പി ചോദിച്ചായിരുന്നു. ചെറിയൊരു ട്രഡീഷണൽ അമേരിക്കൻ ഡിഷാണ് ഇത്. ഗ്രൗണ്ട് ബീഫും കിഡ്നി ബീൻസും വെച്ചിട്ടാണ് സ്റ്റൂ ഉണ്ടാക്കുന്നത്. ഇത് ഒരു കോൺ ബ്രെഡിൻ്റെയും ക്രാക്കേഴ്സിൻ്റെ ഒക്കെ കൂടെയാണ് കഴിക്കുന്നത്. നമുക്കിന്ന് ചില്ലി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ജിഞ്ചറും ഗാർലിക്കും ചോപ്പ് ചെയ്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം ആ സമയത്ത് തന്നെ ഞാൻ ഒലിവ് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ ഗ്രൗണ്ട് ബീഫും ഗ്രൗണ്ട് ടർക്കിയും കൂടെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 1 കിലോ ഗ്രൗണ്ട് ബീഫും 1/4 കിലോ ഗ്രൗണ്ട് ടർക്കിയും കൂടെ ഒന്ന് ഒലിവ് ഓയിലൊന്ന് നമുക്കൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ചൊരു സ്പൈസസും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്രൗണ്ട് ബീഫോ ഗ്രൗണ്ട് ടർക്കി ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി പെപ്പറിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. ഓറിഗാനോ ഇടുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഹീറ്റിലിരുന്ന് പയ്യെ ഫ്രൈ ആയിട്ട് വരട്ടെ. ഇത് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജിഞ്ചറും ഗാർലിക്കും ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഒപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുത്ത് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇച്ചിരി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 സവാള ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയും. കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 6 ഔൺസ് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒറിഗാനോ, കുറച്ച് പാപ്രിക്ക അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 4 ടൊമാറ്റോയുടെ പ്യൂരി. നമ്മുടെ ബീഫ് അങ്ങ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി ഫ്രൈ ചെയ്യണ്ട, ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ആ മിക്സറിലോട്ട് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ മീറ്റ് ഇതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ റെഡ് കിഡ്നി ബീൻസ് ചേർക്കുക. ഒരു 30 ഔൺസ് കാണും. അപ്പോൾ ക്യാനിൽ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷായിട്ട് നമ്മുടെ രാജ്മ പോലത്തെ ബീൻസ് ഏതെങ്കിലും വേവിച്ച് ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ അകത്തോട്ട് ബീഫ് ബ്രോത്ത് ആഡ് ചെയ്യാൻ പോവുക. ബീഫ് ബ്രോത്ത് ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ വെള്ളം ചേർത്താലും കുഴപ്പമില്ല. ഇതൊരു 32 ഔൺസ് ഉണ്ട്.
അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കാരണം അത് ഇച്ചിരൂടെ വേകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി പറ്റുമല്ലോ. നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അവസാനം വേവാറാകുമ്പോഴത്തേക്ക് കുറച്ച് ഗ്രീൻ പീസും പാഴ്സലിയും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3/4 വേവായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചോപ്പ് ചെയ്ത പാഴ്സലിയോ അല്ലെങ്കിൽ മല്ലിയില ഇട്ടാലും മതി. ചിലർ ഇതിൻ്റെ അകത്ത് സെലറി ചേർക്കും. എനിക്ക് കുറച്ചുകൂടി പാഴ്സലിയാണ് ഇഷ്ടം തോന്നിയേ. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മല്ലിയിലയോ പാഴ്സലിയോ സെലറിയോ ഏതാന്ന് വെച്ചാൽ ചേർക്കാം. ഉടുപ്പിൻ്റെ ട്രെൻഡും പുതിയ ഫാഷനോടെ മിക്സ് ചെയ്ത് ഇവർ കുറേ ഡിസൈൻ ചെയ്ത് ഡ്രസ്സസ് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇഷ്ടമുള്ളതൊക്കെ കാണാമല്ലോ. പാടിടും സുധാസ്വര